സംവിധായകൻ ഹരിഹരൻ കൂടുതൽ കുരുക്കിൽ. ചാർമിള ഉന്നയിച്ച ആരോപണം ശരിവെച്ച് നടൻ വിഷ്ണു രംഗത്ത് വരുന്നതാണ് ഇതിന് കാരണം. ചാർമിള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് ഹരിഹരൻ തന്നോട് ചോദിച്ചുവെന്നാണ് വിഷ്ണു പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ മോശം അനുഭവം തുറന്നു പറഞ്ഞ് നടി ചാർമിള കഴിഞ്ഞ ദിവസമാണ് പ്രതികരിച്ചത്. ഇതാണ് സാക്ഷിയായ വിഷ്ണു ശരിവയ്ക്കുന്നത്. മലയാള സിനിമയിൽ നേരിട്ടത് അങ്ങേയറ്റം മോശം പെരുമാറ്റമാണെന്നും 28 പേർ മോശമായി പെരുമാറിയെന്നും ചാർമിള പറഞ്ഞു. പരിണയം സിനിമയുടെ ചർച്ചയ്ക്കിടെയായിരുന്നു ഹരിഹരൻ ചോദിച്ചത്. സീനിയർ സംവിധായകൻ ഇത്തരത്തിൽ പെരുമാറിയത് കണ്ട് ഞാനും ചാർമിളയും ഞെട്ടി. എന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തവർ എന്റെ സിനിമയിൽ വേണ്ടെന്ന് ഹരിഹരൻ ഉറച്ചു പറഞ്ഞുവെന്ന് വിഷ്ണു പറയുന്നു. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ചാർമിളയ്ക്കും തനിക്കും ആ ചിത്രത്തിൽ അവസരം പോയെന്നും വിഷ്ണു പറഞ്ഞു. തനിക്ക് മകനുണ്ടെന്നും അതിനാൽ മറ്റു നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നും ചാർമിള കൂട്ടിച്ചേർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഹരിഹരനെതിരെ കേസ് വരില്ല, എങ്കിലും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. ഒരു നിർമ്മാതാവ് സുഹൃത്തുക്കൾക്കൊപ്പം ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. അർജുനൻ പിള്ളയും 5 മക്കളും സിനിമയുടെ നിർമ്മാതാവിനെതിരെയാണ് ചാർമിളയുടെ ആരോപണം. താൻ വഴങ്ങുമോ എന്ന് സംവിധായകൻ ഹരിഹരനും ചോദിച്ചു. നടൻ വിഷ്ണുവിനോടാണ് ഇക്കാര്യം ചോദിച്ചതെന്ന് ചാർമിള പറഞ്ഞു. തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം സിനിമയിൽ നിന്ന് തന്നെയും വിഷ്ണുവിനെയും ഒഴിവാക്കി. മോശമായി പെരുമാറിയവരിൽ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരുമുണ്ടെന്ന് ചാർമിള പറഞ്ഞു. എന്നാൽ തന്റെ പല സുഹൃത്തുക്കളും പെട്ടുപോയെന്നും ദുരനുഭവമുണ്ടായ ആളുകളുടെ പേരുകൾ പറയുന്നില്ലെന്നും ചാർമിള പറഞ്ഞു. അർജുനൻ പിള്ളയും 5 മക്കളും എന്ന സിനിമയിലെ നിർമ്മാതാവ് MP മോഹനനും സുഹൃത്തുക്കളും ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നും നടി പറഞ്ഞു. തന്റെ കുടുംബം ഇടപെട്ടാണ് എന്നെ രക്ഷിച്ചതെന്ന് ചാർമിള പറഞ്ഞു. 1997 പുറത്തിറങ്ങിയ അർജുനൻ പിള്ളയും 5 മക്കളും എന്ന സിനിമയ്ക്കിടെ കൂട്ടബലാത്സംഗത്തിന് ശ്രമമുണ്ടായി. പീഡന ശ്രമത്തിനിടെ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. എന്റെയും അസിസ്റ്റന്റിന്റെയും സാരി വലിച്ചൂരാൻ ശ്രമിച്ചു. പുരുഷ അസിസ്റ്റന്റിനെ മർദ്ദിച്ചു. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു. അവസാനം ഹോട്ടൽ മുറിയിൽ ഓടിയപ്പോൾ രക്ഷിച്ചത് ഓട്ടോ ഡ്രൈവറാണ്. നിർമ്മാതാവ് MP മോഹനും സുഹൃത്തുക്കളുമാണ് ബലാത്സംഗത്തിന് ശ്രമിച്ചത്. താൻ രക്ഷപ്പെട്ടെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അതിന് കഴിഞ്ഞില്ല. ഒരുപാട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതുകൊണ്ടാണ്, നടി പറഞ്ഞു. അതേസമയം മലയാള സിനിമാ ലൊക്കേഷനുകളിലെ ക്യാരവാനിൽ ഒളിക്യാമറയുണ്ടെന്ന നടി രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടങ്ങി. പ്രത്യേക അന്വേഷണ സംഘവുമായി സംസാരിച്ചെന്ന് രാധിക പറഞ്ഞു. വിഷയം സെൻസേഷനൈസ് ചെയ്യാൻ താല്പര്യമില്ലെന്നും രാധിക പറഞ്ഞു. ഏത് സിനിമാ സെറ്റിലാണ് ഇതുണ്ടായതെന്നും അവർ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായി പരാതികളൊന്നും അവർ കൊടുക്കാൻ ഇടയില്ല. അതിനിടെ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗം വിളിച്ചിട്ടുണ്ട്. രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് 4 ചിത്രങ്ങളാണ്. ക്യാരവാനിൽ ഒളിക്യാമറ വെച്ച് നടിമാരുടെ നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ ദൃക്സാക്ഷിയാണെന്നും താരം പറഞ്ഞു.